മലബാർ കുടിയേറ്റത്തിന്റെ സ്മാരകമായാണ് ഇരിട്ടിയിൽ 1968 കുടിയേറ്റക്കാരുടെ മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പിതാവിന്റെ നാമത്തിലുള്ള കുരിശുപള്ളി സ്ഥാപിച്ചത്. കുടിയേറ്റ മക്കളുടെ ഏത് പ്രതിസന്ധിയിലും വിശുദ്ധ യൗസേപ്പിതാവ് തുണയായിരുന്നു. തുടർന്നാണ് ഇരിട്ടിയിലെ വിശുദ്ധ യൗസേപ്പിതാവിന്റെ തീർത്ഥാടനാലയവും സ്ഥാപിക്കപ്പെട്ടത്. യൗസേപ്പിതാവിന്റെ ഏറെ പ്രത്യേകതകളുള്ള രൂപവും ഗ്രോട്ടോയും ഇവിടെയുണ്ട്. ഇരിട്ടിയുടെ തിലകക്കുറിയായി നിലകൊള്ളുന്ന സെൻറ് ജോസഫ് ദേവാലയം ഇരിട്ടി പ്രദേശത്തിൻ്റെയും ഈ ദേശത്തിൻ്റെയും മുഴുവൻ അനുഗ്രഹത്തിൻ്റെ ഉറവിടമാണ്. 1940കളിലാണ് ഇവിടെ കുടിയേറ്റം ആരംഭിച്ചത്. കിഴക്കൻ മലയോരത്തിൻ്റെ കുടിയേറ്റ ചരിത്രത്തിൻ്റെ പറ്റി പറയുമ്പോൾ ഈ കുടിയേറ്റ കേന്ദ്രത്തിന് ഒരു സ്ഥിരാകേന്ദ്രമാണ് ഇരിട്ടി പട്ടണം എന്ന് പറയാൻ സാധിക്കും. ഇവിടെ നിന്ന് കുടകിലേക്കും വീരായ്പേട്ട മൈസൂറിലേക്കും കേരളത്തിൻ്റെ ഭാഗമായ ഉളിക്കൽ, വട്ടിയാന്തോട്, മാട്ര, മണിക്കടവ് ഭാഗങ്ങളിലേക്കുമൊക്കെയുള്ള റോഡുകൾ വേർപിരിയുന്നത് ഇരിട്ടിയിലെ ഈ പഴയ ബ്രിട്ടീഷുകാർ പണിത പാലത്തിൻ്റെ ഇവിടെ നിന്നാണ്. ഇപ്പോൾ ഇരിട്ടി പട്ടണത്തിൻ്റെ തിലകക്കുറിയാണ് ഇരിട്ടിയിലെ യൗസേപ്പിതാവിൻ്റെ നാമധേയത്തിലുള്ള ഈ തീർത്ഥാടന ദേവാലയം. ഇവിടെ അനേകർ ഇവിടെ വന്ന് യൗസേപ്പിതാവിൻ്റെ മാധ്യസ്ഥം പ്രാർത്ഥിച്ച് അപേക്ഷിച്ച് അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നത് ഒരു നിത്യ സംഭവമാണ്. അതുകൊണ്ട് തലശ്ശേരി രൂപതയിലെ പ്രധാനപ്പെട്ട യൗസേപ്പിതാവിൻ്റെ തീർത്ഥാടന ദേവാലയങ്ങളിൽ ഒന്നാണ് ഈ ദേവാലയം. ഇരിട്ടി പാലം കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ നമ്മൾ കാണുന്നത് മലയോരത്തിൻ്റെ കുടിയേറ്റ ചരിത്രത്തിൻ്റെ സ്മാരകമായി നിലകൊള്ളുന്ന കുരിശുപള്ളിയാണ്. 1941 കല്ലുവേലിൽ കുടിയേറി പാർത്ത വലിയമറ്റം സ്കറിയ സംഭാവന ചെയ്ത സ്ഥലത്ത് 1968 ഡിസംബർ 14 യശശരീരനായ പുണ്യശ്ലോകനായ സെബാസ്റ്റ്യൻ വള്ളോപ്പള്ളി പിതാവ് വെഞ്ചരിപ്പ് നടത്തിയതും ഗ്രേഷ്യസ് വലേറിയൻ പിതാവ് ഉദ്ഘാടനം ചെയ്തതുമായ മലബാർ കുടിയേറ്റ സ്മാരകമാണ് നമ്മൾ മുൻപിൽ കാണുക. മനോഹരമായ ഈ കുരിശടി ഇവിടെ ജീവിച്ച് കടന്നുപോയ ആദിമ കുടിയേറ്റക്കാരുടെ സ്മരണ നിലനിർത്തുന്ന അവരുടെ അധ്വാനത്തെ സൂചിപ്പിക്കുന്ന കുടിയേറ്റ കേന്ദ്രമാണ് ഈ കുരിശുപള്ളി. യൗസേപ്പിതാവിൻ്റെ മനോഹരമായ ഈ ഗ്രോട്ടോ നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തെ ഹഠാത് ആകർഷിക്കുന്ന മനോഹരമായൊരു ഗ്രോട്ടോയാണ്. നമ്മുടെ ദേവാലയത്തിൻ്റെ മുൻവാതിലിൽ യൗസേപ്പിതാവിൻ്റെ രൂപം വളരെ മനോഹരമായി ചിത്രീകരിച്ചിട്ടുണ്ട് തടിയിൽ. ഇത് യൗസേപ്പിതാവിൻ്റെ പേരുള്ള ദേവാലയമായതുകൊണ്ട് യൗസേപ്പിതാവിൻ്റെ വലിയ ഒരു രൂപം നമ്മുടെ ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അതുപോലെ യൗസേപ്പിതാവിൻ്റെ ഉറങ്ങുന്ന രൂപവും വലിയ രൂപം ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഇവിടെയെല്ലാം ഭക്തർ വന്ന് യൗസേപ്പിതാവിനെ വണങ്ങുകയും യൗസേപ്പിതാവിൻ്റെ അനുഗ്രഹം സ്വീകരിക്കുകയും ചെയ്യുന്നത് നമ്മുടെ ഏറ്റവും വലിയ ഒരു അനുഭവമാണ്, അനുഭവ സമ്പത്താണ്. യൗസേപ്പിതാവ് നമ്മുടെ ജീവിതത്തിലെന്നും തുണയും സഹായവും സങ്കേതവുമാണ്. വളരെയധികം ആൾക്കാർ സ്ഥലം വിൽപ്പന നടക്കുന്നതിനും പുതിയ നല്ല വീടും സ്ഥലവും ലഭിക്കുന്നതിന് വേണ്ടി പ്രത്യേക മാധ്യസ്ഥം വന്ന് പറയുകയും പ്രാർത്ഥിക്കുകയും കടലാസിൽ എഴുതി നൽകുകയും ചെയ്യാറുണ്ട്. അതുപോലെ ഉറങ്ങുന്ന യൗസേപ്പിതാവിൻ്റെ രൂപത്തിൻ്റെ അടിയിൽ പരീക്ഷ എഴുതുന്ന കുട്ടികൾ പരീക്ഷയിൽ വിജയിക്കുന്നതിനും നന്നായി പഠിക്കുന്നതിനും അതുപോലെ വിവാഹങ്ങൾ നടക്കുന്നതിനും മറ്റ് അനുഗ്രഹങ്ങൾക്കും വേണ്ടി എഴുതി അവരുടെ ആവശ്യങ്ങൾ സമർപ്പിക്കുന്നുണ്ട്. അത് ഒട്ടുമിക്കവാറും അനുഗ്രഹങ്ങൾ അവർ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന് അവർ വന്ന് നന്ദി പറഞ്ഞ് യൗസേപ്പിതാവിൻ്റെ നിയോഗാർത്ഥം നേർച്ച കാഴ്ചകൾ സമർപ്പിക്കുകയും അതുപോലെ ബലി അർപ്പിക്കുകയും ചെയ്യുന്ന പതിവും ഇവിടെയുണ്ട്. ഇരിട്ടിയിൽ ഇന്ന് കാണുന്ന അതിമനോഹരമായ ദേവാലയം ബഹുമാനപ്പെട്ട ആൻ്റണി തെക്കേമുറിയിൽ അച്ഛൻ്റെ കഠിനാധ്വാനവും ജനങ്ങളുടെ അശ്രാന്ത പരിശ്രമവും മൂലം പണിതുയർത്തപ്പെട്ടതാണ്.
ഈ ഗ്രോട്ടോ വളരെ പ്രത്യേകതയുള്ളതും പ്രസിദ്ധവുമാണ്. ഈ ഗ്രോട്ടോയിലേക്ക് നോക്കിയാൽ ആശാരിപ്പണിക്കാരനാണ് യൗസേപ്പ് പിതാവെന്ന് ആരും പറഞ്ഞു തരാതെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതാ അറക്ക വാള് ഇവിടെ ഉണ്ട്. അറക്കുന്ന വാള്, ഉളി, ചുറ്റിക, ചിന്തേര്, കൊട്ടുവടി ഇവയെല്ലാം ഈ ഗ്രോട്ടോയുടെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ ഉണ്ണീശോ മരപ്പണിക്കാരനായ ഈശോയെ സഹായിക്കുന്ന രൂപവും വളരെ മനോഹരമായി നമുക്കിവിടെ കാണാൻ സാധിക്കും. പരിശുദ്ധ അമ്മയും യൗസേപ്പ് പിതാവിൻ്റെ സന്നിധിയിൽ ഇരുന്നുകൊണ്ട് യൗസേപ്പ് പിതാവിൻ്റെ ജോലികളെ സഹായിക്കുന്ന മനോഹരമായൊരു ഗ്രോട്ടോ നമുക്ക് ഈ പ്രദേശത്ത് എവിടെയും കാണാൻ സാധിക്കുകയില്ല. അനേകർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും തൊഴിലാളികളുടെ മധ്യസ്ഥനായ യൗസേപ്പ് പിതാവിൻ്റെ സഹായം അപേക്ഷിക്കുകയും നേർച്ച കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യുന്നതും ഇവിടുത്തെ ഒരു പതിവാണ്. യൗസേപ്പ് പിതാവിനോട് എനിക്ക് പ്രത്യേക ഒരു ഭക്തിയും താല്പര്യവും സ്നേഹവുമുണ്ട്. കാരണം ഞാൻ ജനിച്ച ആ നാളുകളിൽ ഏറ്റവും ഒരു 1/2 കിലോ പോലും വെയിറ്റില്ലാത്ത ഒരു ശിശുവായിരുന്നു. അന്ന് പേരാവൂര് തങ്കത്തിൻ്റെ ആശുപത്രി, അതാണ് അന്നത്തെ കുടിയേറ്റത്തിലെ ആദ്യത്തെ ഒരു ആശുപത്രിയും, ഡോക്ടർ തങ്കം പാനൂസ്. അപ്പോൾ അവിടെ വെച്ചാണ് എന്നെ എൻ്റെ അമ്മ പ്രസവിക്കുക. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഈ കുഞ്ഞിനെ കിട്ടാൻ സാധ്യത കുറവാണ്, അതുകൊണ്ട് വേഗം തന്നെ തൊട്ട് മുൻപിലുള്ള യൗസേപ്പ് പിതാവിൻ്റെ പള്ളിയാണ്, അവിടെ പോയി യൗസേപ്പ് പിതാവിൻ്റെ പേര് കൊടുത്ത് ഈ കുഞ്ഞിനെ മാമോദീസ മുക്കാൻ പറഞ്ഞു. ഔദ്യോഗികമായി നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് വല്യപ്പൻ്റെ പേര് കുര്യൻ എന്നാണ്. എനിക്ക് ലഭിക്കേണ്ട പേര് കുര്യാച്ചൻ അല്ലെങ്കിൽ കുര്യൻ എന്നായിരുന്നു. എന്നാൽ യൗസേപ്പ് പിതാവിൻ്റെ പ്രത്യേക മാധ്യസ്ഥം തേടി എൻ്റെ മാതാപിതാക്കൾ പ്രാർത്ഥിച്ചതുകൊണ്ട് യൗസേപ്പ് പിതാവിന് എൻ്റെ മാധ്യസ്ഥം എനിക്ക് വളരെയധികം അനുഭവവേദ്യമായിട്ടുണ്ട്. ജീവിതത്തിലെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും യൗസേപ്പ് പിതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ യൗസേപ്പ് പിതാവിൻ്റെ അനുഗ്രഹം നിർലോഭമായി ലഭിച്ചിട്ടുള്ള അനേക അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് ജോസഫ് നാമധാരിയായതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. യൗസേപ്പ് പിതാവിനെ പോലെ എളിമയും വിനയവും ലാളിത്യമുള്ള ഒരു ജീവിതം നയിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് യൗസേപ്പ് പിതാവിൻ്റെ സഹായം ഇന്നും തേടുകയും അപേക്ഷിക്കുകയും ചെയ്തുകൊണ്ട് യൗസേപ്പ് പിതാവിൻ്റെ ഒരു ഭക്തനായിട്ടാണ് ഞാൻ ഇന്നും തുടരുന്നത്. നമുക്കറിയാം, തിരുവിതാംകൂറിൽ നിന്നും നമ്മുടെ ആൾക്കാരൊക്കെ ട്രെയിനിൽ യാത്ര ചെയ്ത് തലശ്ശേരിയിൽ ഇറങ്ങി ഈ കിഴക്കൻ മലയോരത്തിൻ്റെ സ്ഥിരകേന്ദ്രമായ ഇരിട്ടിയിലേക്ക് വരുമ്പോൾ 1968കളിലും 60കളിലൊന്നും ഇവിടെ ദേവാലയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് എടൂരാണ് പ്രധാനമായ ഒരു ദേവാലയം, അതുപോലെ നെല്ലിക്കാമ്പൊയിലെ പ്രധാനപ്പെട്ട ദേവാലയം. ഇതിനുശേഷം അതിൻ്റെ കുരിശുപള്ളികളൊക്കെ തുടർച്ചയായി മണിക്കടവിലും മാട്രയിലും അതുപോലെ കുന്നോത്തും അതുപോലെ മാടത്തിലും ഒക്കെ തുടങ്ങുകയുണ്ടായി. ഈ കപ്പേളയിൽ സാധാരണ ഓശാന ഞായറാഴ്ചത്തെ തിരുക്കർമ്മങ്ങൾ അവിടെ വെച്ച് ആരംഭിച്ച് പള്ളിയിലേക്ക് വരുന്നു. പിന്നെ എല്ലാ ദിവസവും പേരാവൂർ, ഇരിട്ടി, എടൂർ, ആലക്കോട്, നെല്ലിക്കാമ്പൊയിൽ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള ഭക്തരായ ആൾക്കാർ ആ കപ്പേളയിൽ വന്ന് എല്ലാ ദിവസവും ആരാധന നടത്തുകയും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയും യൗസേപ്പ് പിതാവിനോട് പ്രത്യേകം ഭക്തി പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ശീലവും ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. 1968ലാണ് കുരിശുപള്ളി വന്നത്. ഇരിട്ടി സെൻറ്റ് ജോസഫ് ദേവാലയം ആരംഭിക്കുന്നത് 1997ലാണ് സ്വതന്ത്ര ഇടവകയായിട്ട് ഇരിട്ടി പള്ളി ഉയർത്തിയത്. അതിനു മുമ്പ് ബഹുമാനപ്പെട്ട മുണ്ടത്താനത്തച്ഛൻ്റെയും അതുപോലെ വാരികാട്ട് ജേക്കബച്ചൻ്റെയും നേതൃത്വത്തിൽ ഈ ഇരിട്ടി പ്രദേശത്ത് വന്ന് കുടിയേറിയ ക്രൈസ്തവരെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഏകദേശം 100-ലധികം വീട്ടുകാർ ഇവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഇരിട്ടി ഇടവക 1997 രൂപീകൃതമായത്. യൗസേപ്പ് പിതാവിൻ്റെ തിരുനാൾ ജനുവരി മാസം 2ാമത്തെ ആഴ്ചയിലാണ്. യൗസേപ്പ് പിതാവിൻ്റെ പ്രധാനമായിട്ടും അതുപോലെ പരിശുദ്ധ അമ്മയുടെയും സെബസ്ത്യാനോസിൻ്റെയും തിരുനാൾ സംയുക്തമായിട്ടാണ് ആചരിക്കുന്നത്. അതുപോലെ എല്ലാ ബുധനാഴ്ചകളിലും യൗസേപ്പ് പിതാവിൻ്റെ ജപമാല രാവിലെ 5:30 മണിക്ക് ചൊല്ലുന്നുണ്ട്. ഒരു പ്രത്യേക ജപമാലയാണ്. യൗസേപ്പ് പിതാവിനോടുള്ള ഭക്തിയും സ്നേഹവും മനുഷ്യ ഹൃദയങ്ങളിൽ വളർത്തുവാനും വളരുവാനും ഇടയാക്കുന്ന ജപമാല. അതുപോലെ
യേശുപിതാവിൻ്റെ നൊവേന എല്ലാ ബുധനാഴ്ചകളിലും ഇവിടെ നടത്തപ്പെടുന്നുണ്ട്. അനേകർ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന്, ഇരിട്ടിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ധാരാളം പേർ, യേശു ഭക്തരായ ധാരാളം മനുഷ്യർ വന്ന് തങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന പതിവും ഇരിട്ടിയിലെ ഈ ദേവാലയത്തിനുണ്ട് എന്നത് ഒരു പ്രത്യേകതയാണ്. വിശുദ്ധ യേശുപിതാവിൻ്റെ ഈ തീർത്ഥാടന ദേവാലയത്തിലെ പ്രത്യേകതകൾ എണ്ണ നേർച്ചയുണ്ട്, തിരുനാളിൻ്റെ അവസരത്തിൽ മുടി എഴുന്നള്ളിക്കുന്നുണ്ട്, അതുപോലെ അടിമ വെക്കുകയും കാഴ്ച സമർപ്പണം നടത്തുകയും ചെയ്തുകൊണ്ട് വിശ്വാസികൾ കൂടുതലായി യേശുപിതാവിനോടുള്ള ഭക്തി പ്രകടിപ്പിക്കുന്ന പതിവ് ഈ ദേവാലയത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. മാർച്ച് 19 യേശുപിതാവിൻ്റെ തിരുനാൾ സഭ ആഘോഷിക്കുമ്പോൾ യേശുപിതാവിനെ തൊഴിലാളികളുടെ മധ്യസ്ഥനായിട്ടും കുടിയേറ്റക്കാരുടെ മധ്യസ്ഥനായിട്ടാണ് നമ്മൾ കാണുക. യേശുപിതാവിൻ്റെ തീക്ഷ്ണ നിറഞ്ഞ വിശ്വാസ ചൈതന്യവും ദൈവഹിതത്തോടുള്ള വിധേയത്വവും ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ടതുമായ ജീവിതം കുടിയേറ്റക്കാരായ എല്ലാവർക്കും, വിശിഷ്യ ജോസഫ് നാമധാരികളായ എല്ലാവർക്കും പ്രചോദനം നൽകുന്നതാണ്. യേശുപിതാവിൻ്റെ ഈ തീർത്ഥാടന ദേവാലയത്തിലെത്തി പ്രാർത്ഥിക്കുന്നവർ മനസ്സിൽ സമാധാനവും സന്തോഷവും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇവിടെ നിന്ന് തിരികെ പോവുക. ഈ തീർത്ഥാടന ദേവാലയത്തിൽ നിങ്ങളെ എല്ലാവരെയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. യേശുപിതാവിൻ്റെ അനുഗ്രഹം ഈ തിരുനാൾ സുദിനത്തിൽ കൂടുതലായി നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നീതിമാനാകും താതാ യേശുവിൻ സ്നേഹതാതാ വിശുദ്ധനാകും